യാഥാസ്ഥികരാണ് ശരിക്കും ഭീകരന്മാർ. ഏത് മതത്തിലുള്ള യാഥാസ്ഥികനും ഭീകരനാണ്. അവനവന്റെ അഭിപ്രായം മറ്റൊരാളുടെ മേൽ ചുമത്തുക, അതാണ് ഫാസിസം. അതാണ് നടന്നു വരുന്നത്. അത് മാറ്റരുത്, ഇത് മാറ്റരുത്. ഞാൻ പർദ്ദ വിട്ടപ്പോ ചിലരൊക്കെ യാഥാസ്ഥികരായ ഹിന്ദുക്കൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മതം മാറിയതും കൂടിയും വിഷമമില്ല, പക്ഷെ നിങ്ങളുടെ ഈ വേഷം ഈ എല്ലാം മൂടി നടക്കുന്നത് പാടില്ല, ഞങ്ങളുടെ സ്ത്രീകളെ മാറി. അപ്പൊ ഞാൻ സത്യം തുറന്നു പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾ നടക്കുന്ന പോലെ പകുതി ദേഹം അനാവൃതമാക്കി ഒരു ചോളി ഇവിടെ ഒന്ന് കുനിഞ്ഞെല്ലാം കാണാം, പുറം മുഴുവൻ കാണാം, പൊക്കിള് കാണാം. എനിക്ക് ഒരു സ്ത്രീ അങ്ങനെ അനാവരണം ചെയ്ത് പബ്ലിക് പ്ലേസിൽ പോണത് ഇഷ്ടമല്ല. എന്നെ എന്ത് വിളിച്ചാലും വിരോധമില്ല. മുമ്പും മാഡം ഇതുപോലെ പർദ്ദ ധരിച്ചുകൊണ്ട് ബോംബെ നഗരത്തിൽ എത്രയോ കാലം 10-30 കൊല്ലം ഞാൻ പർദ്ദ ധരിച്ചു. ട്രാവൽ ചെയ്യുമ്പോ രക്ഷാകവചമാണ്. ആരും പർദ്ദ ധരിച്ചൊരു സ്ത്രീയെ ഉപദ്രവിക്കില്ല, തൊടില്ല. അത് ഞാൻ തീർത്ത് പറയാം. അപ്പൊ നമുക്ക് സേഫ്റ്റി ആലോചിച്ചിട്ട്, പിന്നെ അന്തസ് ആലോചിച്ചിട്ട്, ഈ രൂപം, ഈ വേഷം. ഇപ്പൊ ചിലരൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യനെയർ അയക്കുന്നുണ്ട്, മറുപടി അയക്കില്ലാണ്. ഡൽഹിയിൽ നിന്ന് വന്നു, ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ എന്നൊരു ശോഭ ജോൺ, പിന്നെ ഒരു മേനോന, മറ്റേ തിരുവനന്തപുരം സന്നൽ. ഐ സെഡ് നോ, ഐ റിഫ്യൂസ് ടു. ഇത് ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് ഫലമില്ല. എനിക്ക് ശരീരഭാഗങ്ങളെ ഇങ്ങനെ പരപുരുഷന്മാരുടെയൊക്കെ മുമ്പിൽ കാണിച്ച് അനാവരണം ചെയ്ത് കാണിച്ചിട്ടുള്ള മാന്യത എനിക്ക് ഇഷ്ടമല്ല, സഹിക്കില്ല. അത് ഞാൻ തീർത്ത് പറയാം. യു ഡോണ്ട് ഹാവ് ടു. ഭർത്താവിന് മാത്രം കാണിക്കാനുള്ള, അല്ലെങ്കിൽ കാമുകന് കാണിക്കാനുള്ള ശരീര ഭാഗങ്ങൾ മുഴുവൻ പുറത്ത് കാണണം. ചെറിയൊരു ചോളി ഇവിടെയൊക്കെ പുറത്ത്. കുട്ടി കണ്ടിട്ടില്ല, പൊക്കിള്, വയറ്, പിന്നിൽ ഇത്ര ഇല്ലേ? അതിന് എന്തിനാ പൊതുസ്ഥലങ്ങളിലൊക്കെ പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഒളിച്ചു വെക്കേണ്ട സ്ഥലങ്ങളാണ്, സ്വകാര്യ സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ദാ വരുവൻ കാണുവൻ രസിപ്പൻ എന്ന് പറയാൻ ഞാൻ യോജിക്കില്ല. തീർച്ചയായും ദിസ് ഈസ് മൈ ചോയ്സ്. എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ളത് മുസ്ലിം ആയപ്പോ ഈ വേഷം ധരിക്കാനുള്ള ലൈസൻസ് കിട്ടി. അപ്പോ അത് ഞാൻ മരണം വരെ അങ്ങനെയായിരിക്കും. മരിക്കുമ്പോ വെളുത്ത പ്രാർത്ഥന കുപ്പായ ഇടും, തലയിലിടിപ്പിച്ചിട്ട് അവര് കിടത്തും.